അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ സവിശേഷമായി അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള യുദ്ധങ്ങളിൽ ഒന്ന് തന്നെയാണ് ഗസ്വത്തു ദാത്തുർ റിഖാ. വലിയ ഏറ്റുമുട്ടലുകളോ വളരെ രൂക്ഷമായ യുദ്ധമോ ഒന്നും ആ പേരിൽ നടന്നിട്ടില്ല എന്നുള്ളതൊരു ശരിയാണ്. പക്ഷേങ്കിലും ആ കാലം കണ്ട നീക്കങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ നീക്കങ്ങളിൽ ഒന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പാഠങ്ങൾ ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, വളരെ വലിയൊരു പ്രത്യേകത അതാണ്. ഇതെന്നാലും ഇതിൻ്റെ സംഭവം എന്തായിരുന്നു എന്ന് പറയാം. സംഭവം ബനു ഗത്ഫാൻ ഗോത്രത്തിലെ ചില കുടുംബങ്ങൾ, ബനു സാലബ, ബനു അന്മാർ, ബനു മുഹാരിബ് തുടങ്ങിയ ചില കുടുംബങ്ങൾ അവരടുത്തടുത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവർ പരസ്പരം ആശയവിനിമയം നടത്തി മദീനായിൽ ഇങ്ങനെ ഒരു പുതിയ ഗവൺമെൻറ്, ഒരു ഗവേണിംഗ് സിസ്റ്റം വന്നാൽ അത് നമുക്ക് വലിയൊരു ഭീഷണിയാണ് എന്നവർ മനസ്സിലാക്കുകയും അങ്ങനെ അവർ അതിനെതിരെ സംഘടിക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തതായിരുന്നു വിഷയം. അപ്പോൾ ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 400 പേര് എന്നൊരഭിപ്രായമുണ്ട്, 700 പേരുണ്ടായിരുന്നു എന്നും വേറെ അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും ആൾക്കാരുമായിട്ട് പുറപ്പെട്ടു. ഒരു വലിയ സന്നാഹമുള്ള അല്ലെങ്കിൽ വലിയ സന്നാഹങ്ങളോടുള്ളൊരു പോക്കൊന്നും ആയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കാര്യമായൊരു യുദ്ധത്തിൻ്റെ ഭീതിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സത്യത്തിൽ അവരെടുക്കൽ പോവുക, അവരുടെ മുമ്പിൽ തങ്ങളെ പ്രദർശിപ്പിക്കുക, അങ്ങനെ അവരൊന്ന് ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞാൽ അവർക്കൊരു സന്ദേശം നൽകുക. മദീന മാറിയിരിക്കുന്നു, അതൊരു പുതിയ രാജ്യമായി മാറിയിരിക്കുന്നു, നീതി, ധർമ്മം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് ഇനി അവിടെ പ്രാധാന്യം. ആ ഭരണത്തെ നയിക്കുന്നത് പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ശരീരവും ആത്മാവുമായിട്ട് നിലനിൽക്കുന്ന ഒരു വലിയ സമൂഹം തന്നെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരെ കാണിക്കുക, അറിയിക്കുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വേണ്ടാത്തതിനൊന്നും ഒരുങ്ങണ്ട എന്ന ഒരു സന്ദേശം അതിൻ്റെ ഇടയിലൂടെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടായത്. അവർ അവിടെ എത്തിയപ്പോൾ തന്നെ ബനു ഗത്ഫാനിൽ നിന്നുള്ള ചില പ്രാധാനികൾ അതറിഞ്ഞു. അവർ വന്നു, നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? യുദ്ധം ചെയ്യേണ്ട, നമുക്ക് തൽക്കാലം സന്ധിയായി പിരിയാം എന്ന് പറയുകയും അങ്ങനെ സന്ധിയായി പിരിയുക ചെയ്ത് യുദ്ധമേ ഉണ്ടായിട്ടില്ല ഗസ്വത്തു ദാത്തുർ റിഖായിൽ. പിന്നെ അങ്ങനെ ഒരു സന്ധിക്കുള്ള സാധ്യത, ചെറിയൊരു സാധ്യതയാണെങ്കിലും അതുണ്ട് എങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനാണ് വസ്സുൽഹു ഖൈർ, സന്ധിയാണ് എപ്പോഴും നല്ലത്. നമുക്ക് ചിലപ്പോൾ വികാരമുണ്ടാവാം, ചിലപ്പോൾ ക്ഷോഭമുണ്ടാവാം, ചിലപ്പോൾ ചില ന്യായീകരണങ്ങളുടെ ചൂടുണ്ടാവാം. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും അനുരജ്ഞനത്തിനാണ് നമ്പറുള്ളത്, സാധ്യതയുള്ളത്, പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് അവർ അനുരജ്ഞനത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്തത്. പിന്നെ ഈ യുദ്ധത്തിൻ്റെ പേരൊരു പ്രത്യേകമായ പേരാണ്, ദാത്തുർ റിഖാ. റിഖാ എന്ന് പറഞ്ഞാൽ റഗ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പിന്നെ കീറക്കഷ്ണങ്ങൾ. എന്താണ് ഈ കീറക്കഷ്ണങ്ങളുടെ കാര്യം എന്നുള്ളത് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനായ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഞങ്ങൾ വളരെ ദരിദ്രമായൊരു യാത്രയായിരുന്നു ദാത്തുർ റിഖായിന് വേണ്ടിയുള്ള യാത്ര എന്ന് പറയുന്നത്. അതായത് ഒട്ടകങ്ങൾ വളരെ കുറവായിരുന്നു. മൊത്തത്തിൽ ഒരു ഒട്ടകത്തെ 6 ആളെങ്കിലും ഊഴം വെച്ച് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആയതിനാൽ ഞങ്ങൾക്ക് കൂടുതൽ നടക്കേണ്ടി വന്നു. പിന്നെ റോഡുകളോ ഇന്നത്തെ പോലെ സൗകര്യപ്രദമായ വഴികളോ ഒന്നും ഇല്ലാത്ത വെറും മലമ്പാതകളിലൂടെയാണ് പോകുന്നത്. ആ മലമ്പാതകളിൽ തന്നെ താഴ്വാരങ്ങളിൽ പലപ്പോഴും കല്ലുഭൂമികളുണ്ടാവും, പീഠഭൂമികൾ. അപ്പോൾ അതിലൂടെയൊക്കെ പ്രയാസപ്പെട്ട് നടന്നു. ആർക്കും ചെരുപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കാലുകളൊക്കെ മുറിഞ്ഞു പോകാൻ പൊട്ടിയിട്ട് ആർക്കും നടക്കാൻ പറ്റാത്ത വിധത്തിൽ ചിലരുടെ കാലിൽ ചോര ഒലിക്കുന്നുണ്ട്, ചിലർ വല്ലാതെ സാഹസപ്പെടുന്നുണ്ട്. പിന്നെ മാത്രമല്ല അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കാലെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബലമായ മസിലുകളുള്ള ഉണ്ടാവേണ്ട സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ മുറിഞ്ഞാൽ കുറച്ചധികം ആ മുറിവ് കുറച്ച് വലുതായിരിക്കും, അതിൻ്റെ വേദനയും വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്നൊരു ശമനം കിട്ടാൻ, നമ്മളന്നത്തെ കാലത്ത് പോലെ മരുന്നുകളോ അല്ലെങ്കിൽ വേദനയെ മറക്കാൻ പറ്റിയ അനസ്തെറ്റിക്കൽ സംഗതികളോ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ കാലിൽ കീറക്കഷ്ണങ്ങൾ ചുറ്റിയായിരുന്നു
കെട്ടിയായിരുന്നു നടന്നിരുന്നത് നബിയോടൊപ്പം. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. അങ്ങനെയാണ് അവർ പോയത്. അധികം വൈകാതെ തന്നെ വിഷയങ്ങളൊക്കെ അവസാനിച്ച് അവർ തിരിച്ചു പോരുകയും ചെയ്തു. തിരിച്ചു പോരുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഗസ്വത്തു ദാത്തുർ റിഖായിൽ പല പാഠങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 1-2 പാഠങ്ങൾ നമുക്കിപ്പോൾ പറയാം. അത് വിശദമായി നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട സംഭവങ്ങൾ തന്നെയാണ്. തിരിച്ചു പോരുമ്പോൾ സാധാരണഗതിയിൽ അവർ വഴിയുടെ ഇടയിൽ വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ അവർ വിശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ, പകലായിരിക്കും സ്വാഭാവികമായും നടക്കുക. അപ്പോൾ ഒരു നല്ല നിഴലുള്ള നല്ല തണലുള്ള ഒരു മരം കണ്ടാൽ അത് അവരാരെടുക്കാതെ നബിക്ക് വേണ്ടി ഒഴിച്ചിടും. എന്നിട്ട് നബിയോട് അവിടെ വിശ്രമിക്കാൻ പറയും. ബാക്കിയുള്ളവരൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഉള്ള പരിമിതമായ സ്ഥലങ്ങളിൽ ഒതുങ്ങിക്കൂടുകയും ചെയ്യും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുകയായിരുന്നു. നബി കിടക്കുമ്പോൾ വാള് മരത്തുമ്മേ തൂക്കിയിട്ടു. വാള് ഒരിടത്ത് വെക്കുക എന്നുള്ള അർത്ഥത്തിൽ തൂക്കിയിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കം പിടിച്ചതോടുകൂടെ അത് വീക്ഷിച്ചിരുന്ന ഒരു ശത്രു കാണുകയും ആ ശത്രു വരികയും നബിയുടെ വാൾ കൈക്കലാക്കുകയും ചെയ്തു. ആകെ ഒരു വാളാണ് ഉള്ളത്, ഒരു ആയുധമാണ് ഉള്ളത്. അറബികൾക്ക് സാധാരണഗതിയിൽ അവർ കൊണ്ടു നടക്കുന്ന ആയുധമാണ്. ശബ്ദം കേട്ട്, ഒരാളുടെ സാമീപ്യത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഞെട്ടിത്തെറിച്ച് നബി ഉണർന്നപ്പോൾ വാളും പിടിച്ചുകൊണ്ട് ശത്രുവായ ആറാബി മുമ്പിൽ. അയാൾ ചോദിച്ചു, അത്തഹാഫുനി യാ മുഹമ്മദ്, നിനക്കിപ്പോൾ പേടി തോന്നുന്നില്ലേ? നബി പറഞ്ഞു, ഇല്ല, എനിക്ക് പേടി തോന്നുന്നില്ല. നോക്കൂ, ഇതിനെയാണ് വിശ്വാസത്തിൻ്റെ മൂർത്തിഭാവമായി നമ്മൾ കാണേണ്ടത്. ഇല്ല, കാരണം എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഒന്നുകിൽ നിനക്ക് എന്നെ കൊല്ലാൻ കഴിയും, അല്ലെങ്കിൽ നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല. രണ്ടാണെങ്കിലും അള്ളാഹിൻ്റെ വിധിയാണ്. അതിൽ നിന്ന് മാറാൻ എനിക്കൊരിക്കലും കഴിയില്ല. നോക്കൂ, അതാണ് ആ തിരിച്ചറിവ്. രണ്ടാമത്തേത്, വല്ലാഹു യാസിമുക മിനന്നാസ്, ജനങ്ങൾ ഏൽപ്പിക്കുന്ന ഏത് ആഘാതത്തിൽ നിന്നും അങ്ങയെ അള്ളാഹു രക്ഷിക്കുമെന്നത് അള്ളാഹ് കൊടുത്ത വാക്കാണ്. പിന്നെ പേടിക്കാനൊന്നുമില്ല. മഹാനായ നബിയുടെ വിശ്വാസത്തിൻ്റെ ശക്തിയാണത്. അപ്പോൾ ഇദ്ദേഹത്തിന് അത്ഭുതമായി. വാളും പിടിച്ച് ശത്രുവായ ഒരാളെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴും നിക്ഷോഭ്യനായി, ഒരിക്കലും ക്ഷോഭമില്ലാതെ ഇല്ല എന്ന് തീർച്ചയുള്ള വാക്കുകൊണ്ട് മറുപടി പറയുമ്പോൾ അത് വല്ലാത്ത ഒരു അത്ഭുതം ഉണ്ടാക്കി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ശരി, മൻ യംനഉക മിന്നി, എന്നെ ആരാ തടയുക? നബി ഉടനടി പറഞ്ഞു, അള്ളാഹ് തടയും. അത് ആ അറാബിയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന, ഉള്ളുലക്കുന്ന ഒരു മറുപടിയായിരുന്നു. എന്താ കാരണം? എനിക്ക് അംഗരക്ഷകരുണ്ട്, എൻ്റെ കൂടെ എൻ്റെ അനുയായികളുണ്ട്. ഞാനൊന്ന് ഉറക്കെ ശബ്ദിച്ചാൽ അവരോടി വരും. അല്ലെങ്കിൽ നീ വാളുകൊണ്ട് ഏറ്റുമുട്ടിയാലും ഞാൻ നിരായുധനായി തന്നെ നിന്നെ തോൽപ്പിക്കും. അതിന് മാത്രമുള്ള ആയോധന പാഠവും എനിക്കുണ്ട്. നിനക്കൊക്കെ കരുതാലോ. പക്ഷെ അങ്ങനെയൊന്നുമില്ല, അള്ളാഹ് എന്നാ പറയുന്നത്. അത് കേട്ടതോടെ ഇയാൾ ഉള്ളു വിറച്ചു. വാള് അറിയാതെ നിലത്തേക്ക് വീണു, സ്തംഭിച്ച് നിൽക്കുകയാണ്. അയാൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ. ആ സാഹചര്യത്തിൽ നബി വാളെടുത്തു. നബി തിരിച്ചു ചോദിച്ചു, മൻ യംനഉക മിന്നി, ഞാൻ എന്നെപ്പോൾ കൊല്ലാൻ പോവാണ്, ആരാണ് നിന്നെ രക്ഷിക്കുക? അറാബി പറഞ്ഞു, കുൻ ഖൈറ ആഹിദിൻ, താങ്കളൊരു മാന്യനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു വിചാരം മാത്രമേ എന്നെ രക്ഷിക്കുന്നുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.